കോൺഗ്രസ് വ്യാജ ID കാർഡ് കേസിൽ മുഖ്യപ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങി. പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MJ രഞ്ജുവാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ ID കാർഡ് നിർമ്മിച്ചതിലെ മുഖ്യ കണ്ണിയാണ് രഞ്ജു. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ എന്താണ് സലീം? റിജിത്ത്, യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിൻ്റെ 10ാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത്. കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരായി പ്രതി കീഴടങ്ങിയിരിക്കുന്നത്. നേരത്തെ ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് സ്വദേശിയും സമാനമായി കീഴടങ്ങിയിരുന്നു. ഇപ്പോൾ കീഴടങ്ങിയ MJ രഞ്ജു അടൂർ സ്വദേശിയാണ്. മാത്രമല്ല രാഹുൽ മങ്കൂട്ടത്തിലെ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ ID കാർഡ് നിർമ്മിച്ചതിലെ മുഖ്യ കണ്ണിയാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഒപ്പം DYFI സംസ്ഥാന കമ്മിറ്റിയും കൊടുത്ത പരാതിയിലാണ് ഇപ്പോഴുള്ള ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് കേസിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MJ രഞ്ജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയിരിക്കുന്നത്. സലീം മാലിക് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.